ശക്തിയെക്കുറിച്ച് മാത്രമാണ് വിവേകാനന്ദൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിച്ചിരുന്നത്. എല്ലാ ശക്തികളും തന്നെ ഉണ്ടാകാൻ ആദ്യം മനഃശക്തിയാണ് നേടേണ്ടത്. മാനസികമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും എന്തും മനസ്സിലാക്കാനുള്ള ഒരു തൻ്റെയാണ് ഒരു ശക്തി. ആ ശക്തി സമ്പാദിച്ചാൽ ശരീരശക്തിയും ബുദ്ധിശക്തിയും കർമ്മശക്തിയും എല്ലാ ശക്തികളും തന്നെ വന്നുള്ളൂ. അതെങ്ങനെയും സൃഷ്ടിച്ചെടുക്കാനാവും, വളരെ എളുപ്പം തന്നെ. നമ്മുടെ മോദിജിയാണോ തീവ്രവാദികൾ അതിർത്തി കടക്കാൻ നേരം അവിടെ ചെന്ന് അവരെ നേരിടുന്നത്? മോദിജിയുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിച്ചത്. നല്ല തൻ്റെ ഇടമുള്ള നല്ല അന്തസ്സായി തിരിച്ചടിക്കാൻ കഴിയുള്ള പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്ത് അവിടെ കൊണ്ടു നിർത്തിയിരിക്കുക. നല്ല മിടുമിടുക്കന്മാരെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അത് മോദിയുടെ ശക്തിയാണ്. മോദി തന്നെ ചെയ്യണമെന്നില്ല, മനസ്സിലാണ് ശക്തി ഉണ്ടാവേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കത് നേടിയെടുക്കാനാവും. ആ ശക്തിയെക്കുറിച്ച് അതില്ലാതെ പോയതാണ് ഭാരതം അന്യാധീനപ്പെട്ടത്. വിവേകാനന്ദൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജനത്തെ ഇത്രയേറെ പ്രേരിപ്പിച്ച അദ്ദേഹം. അങ്ങനെ കീഴ്പ്പെടാൻ കാരണം ശക്തിയില്ലാഴിക. അതായത് മന്ത്രം ജപിച്ചിരിക്കുന്നൊരു വിഭാഗം മതത്തിലെ അന്നത്തെ നേതാക്കന്മാരാണ് രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് എത്രമാത്രമാണ് പ്രായോഗിക ബുദ്ധിയുള്ളത്? പ്രായോഗിക ബുദ്ധിയൊന്നുമില്ല. മന്ത്രം ജപിച്ചിരുന്നു പൂജ്യം ചെയ്തിരുന്നാലൊന്നും പ്രായോഗിക ജീവിതത്തിന് ആവശ്യമുള്ള ഒന്നും സമ്പാദിക്കുകയില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രബലമായ അധികം പേരെയും മാറ്റി നിർത്തി ജാതിയുടെ പേരും പറഞ്ഞ്. അപ്പോൾ അവരെ ഒന്നും വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. അതൊരു ശക്തിക്ഷയമാണ്. ഇന്ത്യയുടെ ശക്തിക്ഷയം, ഭാരതത്തിൻ്റെ ശക്തിക്ഷയമാണ്. ശക്തി എവിടെയെന്നറിയാതെ ആ ശക്തിയെ അവഗണിച്ച് കളഞ്ഞിട്ട് വരുന്നവരെല്ലാം തല നീട്ടി കൊടുത്തു വാള് പ്രയോഗിക്കാൻ. അങ്ങനെ ഒരു വിഭാഗമാണ് ഇവിടെ രാജാക്കന്മാർ നടപ്പിൽ വരുത്തുന്നേ ഉള്ളൂ. അന്നത്തെ ഇവിടുത്തെ പുരോഹിത വർഗമാണ് അവരെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അടിമപ്പെട്ടു പോയത്. വരുന്നവർക്ക് അടിമപ്പെട്ടായി. 1000 കൊല്ലം ആദ്യം മുതലേ ഈ അടിമകളായ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരുത്തരുടെ കൈ മാറി ആ ലാസ്റ്റ് 75 കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അപ്പം നിയന്ത്രിക്കുന്നത് പുരോഹിതന്മാരല്ല, വിവേകാനന്ദനെ പോലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചിന്താശേഷിയുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ആൾക്കാർ വേണം. അത്തരം ആൾക്കാർ ഇന്ത്യയിൽ ഇല്ലെന്നിട്ടല്ല, ധാരാളം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ജാതിയുടെ പേരും പറഞ്ഞു മാറ്റി നിർത്തുകയും ഇവരെ ഒരു പ്രശ്നവും ഉണ്ടാകാനില്ലെന്നുള്ള ആ ദീർഘവീക്ഷണമില്ലാത്ത, ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത, ആ ജനിച്ചെടുത്ത് മാത്രം കഴിയുന്ന, കടൽ പോലും കടന്നത് പാപമാണെന്ന് പഠിപ്പിച്ച് അങ്ങനെ അവരെങ്ങും പുറത്ത് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, അവിടെ നടക്കുന്നത് എന്തോ എന്ന് അറിഞ്ഞുകൂടാ. അത്ര ഒരു ജനത ആണ് ഈ രാജ്യം ഭരിച്ചത്. രാജാക്കന്മാർക്ക് സ്വാതന്ത്ര്യമില്ല, അവരെ നിയന്ത്രിക്കുന്നത് പുരോഹിതന്മാരാണ്. അപ്പോൾ ഇത്തരം ഈ അടിമപ്പെട്ടില്ലെങ്കിലേ അത് അത്ഭുതമുള്ളൂ. അടിമപ്പെടാതിരിക്കാൻ ഒരു രാജ്യവും കാണുന്നില്ല. ആ ശക്തിക്ഷയത്തെക്കുറിച്ച്, ആ ശക്തിക്ഷയമാണ്. ശക്തിയുള്ള ജനം ഭൂരിഭാഗത്തെ മാറ്റി നിർത്തി ജാതിയുടെ പേരും പറഞ്ഞ്. അവർക്ക് രാജ്യഭാരത്തിലോ രാജ്യരക്ഷയ്ക്കോ ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. അങ്ങനെ 5ൻ്റെ അടിമ ആദ്യം മുതലായി തുടങ്ങി. പുരോഹിതൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം പറ്റിയതാണ്. പ്രായോഗിക ബുദ്ധിയില്ലായ്മ, പുറം ലോകത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആ ഒരവസ്ഥ. അപ്പോൾ ജാതി വരുത്തി വെച്ചതാണ് നമ്മുടെ അടിമത്വം. ജാതി മാത്രമാണ് ഇന്ത്യയുടെ അടിമത്തത്തിന് കാരണമായത്. ആ ജാതിയെ ഇന്നും താലോലിക്കുന്ന ഒരു വിഭാഗം, കുറഞ്ഞൊരു വിഭാഗമെങ്കിലും ഇന്ത്യയിലുണ്ട്. വളരെ ചെറിയ അംശമേ ഉള്ളൂവെങ്കിൽ പോലും അവരെ ഒരു കാരണവശാലും അവരോട് ക്ഷമിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ്. ജാതിയുടെ പേര് പറയോ അതിൻ്റെ പേരിൽ ഏതെങ്കിലും മനുഷ്യനോടൊരു ഒരു നോട്ടം നോക്കിയാൽ പോലും അതിന് ചോദ്യം ചെയ്യേണ്ടതാണ്. നമ്മൾ പൊതുജനത്തിൻ്റെ ചുമതലയാണ്. സർക്കാർ നിയമം പാസ്സാക്കി തന്നിട്ടുണ്ട്. ജാതി എന്ന് പറയുന്ന ഒന്നില്ല, അത് വെറും മണ്ടത്തരമാണ്. അവനൊരു കാര്യസാധനത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആദ്യത്തെ ഉണ്ടാക്കിയ കാര്യം ഇത്. മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്. 1200 കൊല്ലം മുമ്പിൽ ഒന്നിച്ച് ബന്ധുക്കളാണ്. ഇവിടുത്തെ ഈ വനവാസികൾ പോലും അന്ന് നമ്മളും ഇവിടെ ഉള്ളവരെല്ലാം വനവാസികളായിരുന്നു. ആ ഇപ്പം വനവാസികൾ എങ്ങനെയുണ്ട് അങ്ങനെയായിരുന്നു ഇവിടുത്തെ എല്ലാ ജനവും. അതിൽ നിന്ന് പുരോഗമിച്ച ഇത്രയും വന്നത്. പിന്നെ ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ നിന്ന് വന്നവർ
വന്നവരെ അവിടെ കുറച്ചുകൂടി ബുദ്ധി വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹിമാലയ സാനിക്കിൽ താമസിച്ചുകൊണ്ട്. ഇങ്ങോട്ട് നേരത്തെ പോകുന്നവർക്ക് അത്രയും തന്നെ പുരോഗതി വന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വന്നവർ ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് സംഭവിച്ചത്. ഇതേതായാലും ഇതൊരു അപകടം പിടിച്ച സംഗതിയായിപ്പോയി. അതൊന്ന് ഇനിയെങ്കിലും ഒന്ന് അറിഞ്ഞ് ഇടപെട്ടില്ലെങ്കിൽ അത് ഇന്ത്യക്ക് അത് ഭൂഷണമല്ല. ഒരിക്കലും ഒരാൾ പോലും ഇന്ത്യയിൽ ഒരാളെക്കാൾ താഴെയില്ല എന്ന ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. തങ്ങളെക്കാൾ മുകളിൽ ആരുമില്ല എന്ന് ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. ഈശ്വരൻ മാത്രമേ ഉള്ളൂ മുകളിൽ, ബാക്കി ഒരു വ്യക്തിയില്ല. ബുദ്ധി എല്ലാവർക്കും തന്നിട്ടുണ്ട്. അറിവ് സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അറിവ് കുറഞ്ഞു പോയവരുണ്ടാവാം. അവരെ അതിവേഗം വളർത്തി ഇന്ത്യയുടെ മുഖ്യധാരയിൽ എല്ലാവരും ഒരേ ലെവലിലെത്താൻ തക്ക തലത്തിലെത്തിക്കണം. അന്ന് വളരെ ചുരുങ്ങിയൊരു ജനം കാട്ടിക്കൂട്ടിയ ബുദ്ധിക്ഷയമാണ് ഇന്ത്യയുടെ എല്ലാ അപജയങ്ങൾക്കും കാരണമായത്. അത് ഇന്നും താലോലിക്കുന്നവരുണ്ടെങ്കിൽ അത് ഇന്ന് നമ്മളുടെ കുഴപ്പമാണ്. ഇത് അങ്ങനെ താലോലിക്കാത്ത ഇതിൻ്റെ ദോഷം അറിയാവുന്ന ഭൂരിഭാഗമുള്ള ജനമാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം മാത്രമേ മനുഷ്യനെ കൈകാര്യം ചെയ്യാവുള്ളൂ. കുറച്ച് പുറകോട്ട് പോയാൽ നമ്മൾ പ്രേരിപ്പിച്ച് സർക്കാരിനെ കൊണ്ട് വേണ്ടത് ചെയ്യിക്കണം. വേണ്ട എന്നതാ സഹായം എന്ന് വെച്ചാൽ കൊടുത്താൽ നമ്മൾ തന്നെയാണ്, നമ്മുടെ ജീനാണ് അവരിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം എടുത്ത് പുരോഗമിച്ച് അവർ 10 കൊല്ലം കൊണ്ട് പുരോഗമിക്കും. അത് അത്രയും തന്നെ അത്ര നല്ല ബുദ്ധിപരമായ കഴിവ് ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനത ഒട്ടും പുറയിലല്ല, ബുദ്ധിപരമായിട്ട് വളരെ മുമ്പിലാണ്. ഈ ജനതയിൽ നിന്നാണ് ഇവിടുത്തെ മഹായോഗികൾ മുഴുവൻ ഉണ്ടായത്. നമ്മുടെ വേദവ്യാസനും വാൽമീകിയും ഉൾപ്പെടെ ഉപനിഷത്തുകൾ എഴുതിയ ഋഷികൾ മുഴുവൻ ഇവിടുത്തെ ഈ ജനതയിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ പൂർവികന്മാരവർ, അതായത് വനവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നമ്മുടെ പൂർവികന്മാരായി ഋഷികൾ. അവർ നമുക്ക് വേണ്ടി ചമച്ചത്. ഇത് ചില തൽപര കക്ഷികൾക്ക് തോന്നിയ സ്വാർത്ഥത കൊണ്ട് നമ്മെ തരം താഴ്ത്തി ഒരു വിഭാഗം പുറകോട്ട് പോയി. ആ പുറകോട്ട് പോയത് പരിഹരിക്കാനുള്ള ശ്രമം നമ്മളിൽ ഓരോരുത്തരുടെ ചുമതലയുണ്ട്. ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എന്ത് ചെയ്യണമെന്ന് വയ്ക്കുകയും ചെയ്യേണ്ട വിട്ടുവീഴ്ച സർക്കാരിന് നമ്മൾ ചെയ്യാവുന്ന എല്ലാം ചെയ്യണം. എല്ലാ രംഗത്തും നമുക്ക് ചെയ്യാവുന്ന സർക്കാരിലൂടെ വേണം ഇത് നിർവഹിക്കപ്പെടാൻ. ഒരേപോലെ ആകും, ഒരേ ലെവലിലെത്തും. അല്ലാതെ ആരും ആരെക്കാളും താഴെയല്ലെന്നുള്ള സത്യം ഇന്നും മനസ്സിലാക്കാത്ത ചില ആൾക്കാരുണ്ട്. ഈ ഒരേ ജനത ഇന്ന് വനവാസി എത്തുക അതേപോലെയായിരുന്നു നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർത്താൽ മതി. അല്ലാതെ വനത്തിൽ പ്രത്യേകമായിട്ട് വേറൊരു വർഗമല്ല, ഇന്ത്യൻ ജനതയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അടിസ്ഥാന വർഗമാണത്. അവരൊരിക്കലും കലർപ്പ് വന്നിട്ടുള്ളവരല്ല. ശരിയായ ഇന്ത്യൻസ് ഇവിടുത്തെ ദളിതരും വനവാസികളുമാണ്. അവരിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയൊരു വിഭാഗം അവരെ താഴ്ത്തിക്കെട്ടാൻ വീണ്ടും ശ്രമിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കുകയില്ല. അല്പം പുറകോട്ട് പോയെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പുറകോട്ട് പോയെന്ന് വെച്ചു, അവരെ നമ്മൾ ഒന്നിച്ചു പെട്ടെന്ന് മുന്നോട്ട് ഇരിക്കാം. ഇത് 1000 വർഷം കൊണ്ടാണ് ഈ പുരോഗതി. ഇപ്പം വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ഉയർന്ന സമുദായങ്ങളെന്ന് അഭിമാനിക്കുന്ന വിവരം കേട്ടവർ ഇതേ അവരല്ല ഈ വനവാസികൾ എങ്ങനെയാണ് വേടനും ആ വിഭാഗത്തിൽ വനവാസികൾ കംപ്ലീറ്റ് ഇവിടുത്തെ ദളിതരും കംപ്ലീറ്റ് അതേപോലെ തന്നെ വളരെ ഒരു സമൂഹത്തിൽപ്പെട്ടത് ഇങ്ങനെ വളർന്നു വന്നത് 1000 കൊല്ലം കൊണ്ട് ഈ ലെവലിലെത്തിയത്. എന്നാൽ ദളിതർ ഒത്തിരി ഉയർന്നു പോയി. അതൊരു വിഭാഗം വളരെ ഉയർന്നു പോയി, നല്ല നിലയിലെത്തിയവരുണ്ട്. അതിൽ നമുക്ക് ഇനിയും അവരെ വളർത്തേണ്ടതുണ്ട്. കുറേ ആൾക്കാരുകളുണ്ട്. അവരെ കൊണ്ട് വനവാസികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം. ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇത് ശരിക്കും ഈ കാര്യം കണ്ടറിഞ്ഞത് വിവേകാനന്ദനാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പല ലേഖനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ പുള്ളി പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇതേ ഒരു കാര്യം. അതായത് വ്യത്യസ്തപ്പെട്ട കുറവുള്ള ആരും ഇന്ത്യയിലില്ല, എല്ലാവരും ഒന്ന് തന്നെ ആണെന്നുള്ള ബോധം വളർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. തുറന്നു പറഞ്ഞിട്ടില്ല അന്നത്തെ ചുറ്റുപാടിൽ. അതുകൊണ്ടാണ് ഇന്ന് ചുറ്റുപാട് മാറി. ഇന്ന് ആരും ആരെക്കാളും താഴെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അതിനുള്ള നിയമപരമായ പരിരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട ഒരു കാലം വന്നിരിക്കുക. ഒട്ടും വൈകിയല്ല. 10-15 കൊല്ലം മതി നല്ലപോലെ ശ്രമിക്കുമെങ്കിൽ, സർക്കാർ നന്നായിട്ട് ശ്രമിക്കുമെങ്കിൽ. ഓക്കെ.